വളരെ ഏർലി ആയിട്ടുള്ള ഏജിൽ തന്നെ കുട്ടികളിൽ അമിതവണ്ണം വരുന്നു. അവരുടെ ഏർലി ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൈനൊക്കെ നമുക്ക് മുന്നേ തന്നെ കാണാൻ പറ്റും. നല്ലവണ്ണം അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കഴുത്തിലൊക്കെ കാണുന്ന ഇതൊക്കെ നമ്മൾ മുന്നേ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ആംപിറ്റ്സിൽ കാണാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിൽ കാണാം. സ്ട്രൈ തുടങ്ങും, എക്സ്പാൻഷൻ, ഇത് സ്കിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യണം. ബിക്കോസ് ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കുറച്ച് എഫേർട്ട് ഇടണം. നമ്മളൊരു അധ്വാനമുണ്ട് അതിൽ. അതായത് ആ കുട്ടീൻ്റെ ഇഷ്ടങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. അവരുടെ എങ്ങനത്തെയാണ് ഭക്ഷണ രീതി എന്നുള്ളത് മനസ്സിലാക്കണം. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യണം. ഇത് ഭയങ്കര എഫേർട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അമിതവണ്ണം വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ നിർത്തുമ്പോഴേക്കും മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഗ്രാൻഡ് പാരൻസ് അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ കൊടുക്കും.